കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് അപകടമുണ്ടായത്. സ്കൂളിന് മുകളിൽ കൂടി വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിലാണ് പോയിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി അരുൺ രാജിരുന്നു. അരുൺ, അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? അത്രത്തോളം താഴ്ന്ന് ആയിരുന്നോ ഈ കെട്ടിടത്തിന് മുകളിൽ ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നത്? ഹഷ്മി, തീർത്തും ദുഃഖകരമായ വാർത്ത തന്നെയാണ്. അല്പസമയം മുമ്പ് നമ്മളെ തേടി എത്തിയത്. ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ രാവിലെ വിദ്യാർത്ഥികളെത്തി. അവിടെ ഈ കളിക്കുന്നതിനിടയിലാണ് ഈ വിദ്യാർത്ഥിയുടെ ചെരുപ്പ്, അത് മനു ഭവനത്തിൽ, വിളന്തറ സ്വദേശിയായ മനു ഭവനത്തിൽ മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരന്റെ ചെരുപ്പ് ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണു. ഇതെടുക്കാൻ ഈ ഷീറ്റിന് മുകളിലേക്ക് കയറുന്നതിനിടയിലാണ് ഈ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ സ്കൂളിന് മുകളിലൂടെ ഈ വൈദ്യുത ലൈൻ താഴ്ന്നാണ് പോയിരുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാറ്റിക്കെട്ടാഞ്ഞത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയാത്തത്. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 3 തവണയടക്കം സ്വാഭാവികമായും സ്കൂളുകളിലടക്കം പരിശോധന നടത്തുന്നതാണ്. ഈ പരിശോധനയിൽ എന്തുകൊണ്ട് ഇത് കാണാതെ പോയി എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നു. എന്തായാലും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി ഇവിടെ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ സ്കൂൾ അധികൃതർ പറയുന്നത് ഈ വിദ്യാർത്ഥികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ചെരുപ്പ് മുകളിൽ വീണു. ഇത് മറ്റു വിദ്യാർത്ഥികളുടെ നിർദ്ദേശാനുസരണം മിഥുൻ മുകളിൽ കയറി എടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഷോക്കേറ്റത് എന്നുള്ളതാണ്. എന്തായാലും സംഭവിച്ചത് ഏറെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.